യെരുശലേം നഗരം 8 ഗേറ്റുകളാൽ നിർമ്മിക്കപ്പെട്ടതാണ്. 8 വാതിലുകൾ. അതിൽ 7 വാതിലുകളും തുറക്കാൻ പറ്റും, ഒരെണ്ണം മാത്രം തുറക്കത്തില്ല. ഇന്നുവരെ തുറക്കാൻ പറ്റിയിട്ടില്ല. 1963 1913 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, യുദ്ധ സാമഗ്രികൾ കൊണ്ടും വലിയ സംവിധാനങ്ങൾ കൊണ്ടും ഈ വാതിലിനെ തുറക്കാൻ നോക്കി പാസ്റ്ററെ, തുറക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ പേര് ഗോൾഡൻ ഗേറ്റ് എന്നാണ്. സുവർണ വാതിൽ. ഇത് തുറക്കാതെ ഇന്നും അടഞ്ഞു കിടക്കുക. അത് തുറക്കാൻ ഒരാൾക്കും പറ്റുന്നില്ല, ഒരു ടെക്നോളജിക്കും പറ്റുന്നില്ല. അതിൻ്റെ തുറക്കാത്തതിൻ്റെ കാരണം ഒന്ന് വായിക്കണേ ടീച്ചറെ ആ വാക്യം. എസെക്കിയേൽ ചാപ്റ്റർ നമ്പർ 44. എസെക്കിയേൽ ചാപ്റ്റർ നമ്പർ 44 വേഴ്സ് നമ്പർ 1. എന്തുകൊണ്ട് ഈ വാതിൽ തുറക്കാൻ പറ്റുന്നില്ല? പെട്ടെന്ന് വായിക്കും. അനന്തരം അവൻ എന്നെ വിശുദ്ധ മന്ദിരത്തിന്റെ കിഴക്കോട്ട് ദർശനമുള്ള പുറത്തെ ഗോപുരത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു. അടുത്തത്, എന്നാൽ അത് അടച്ചിരുന്നു. അപ്പോൾ യഹോവ എന്നോട് അരുളി ചെയ്തത്, ഈ ഗോപുരം തുറക്കാതെ അടച്ചിരിക്കണം, ആരും അതിൽ കൂടി കടക്കരുത്. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അതിൽ കൂടി അകത്ത് കടന്നതുകൊണ്ട് അത് അടച്ചിരിക്കണം. ഇതാണ് കാരണം. ഗോൾഡൻ ഗേറ്റ് ഇന്നുവരെ തുറക്കാത്തതിന്റെ കാരണം ഇത് സ്വർഗത്തിലെ ദൈവം കയറിയ വാതിലാണ്. അത് അന്ന് അടച്ചതാണ്, പിന്നെ ആർക്കും തുറക്കാൻ പറ്റിയിട്ടില്ല. Wow, wow. Are you ready to hear next? എന്നാൽ ഇത് ഒരിക്കൽ തുറക്കും. ഇത് ചരിത്രത്തിൽ ഇത് ഒന്നുകൂടെ തുറക്കും അനിൽ പാസ്റ്ററെ. ആ തുറവി ഒരു ഭയങ്കരമായിരിക്കും. സെഖരിയ പ്രവചനം 14:4 പറയുക, അന്നാളിൽ അവന്റെ കാൽ യെരുശലേമിനെതിരെയുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറ് പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. ബൈബിൾ പറയുന്നു, അന്നാളിൽ അവന്റെ കാൽ. ആരുടെ കാൽ? 2000 വർഷങ്ങൾക്ക് മുമ്പേ മനുഷ്യർ കളിയാക്കി തലയുടെ പുറത്ത് കിരീടമാന്ന് പറഞ്ഞ് മുൾക്കിരീടം വെച്ചില്ലേ? അവന്റെ തലയുടെ പുറത്ത് പൊൻകിരീടം വെച്ചുകൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് പട്ടാളക്കാർ വസ്ത്രം അഴിച്ചു പറിച്ച് ഉഴവുചാലു പോലെ കീറിയില്ലേ? ആ ശരീരത്ത് രാജവസ്ത്രം ധരിച്ച് ആണി അടിക്കപ്പെട്ട കൈകാലുകളിൽ തേജസ്സുള്ള വസ്ത്രം ധരിച്ച് കുതിരപ്പുറത്ത് 1000 ദൂതന്മാരുടെ അകമ്പടിയോട് സ്വർഗത്തിൽ നിന്ന് മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, ഭൂരാജാക്കന്മാർക്ക് ആദിജാതൻ, അധിപതിയായവൻ യേശു 1000 ദൂതന്മാരുടെ അകമ്പടിയോട് ഒലിവുമലയിൽ കാൽ ചവിട്ടും. അന്നവന്റെ തലയിൽ പൊൻകിരീടം കാണും. അന്നവന്റെ കയ്യിൽ ദണ്ഡ് കാണും. അന്നവന്റെ ശരീരത്ത് രാജകീയ വസ്ത്രം കാണും. അവൻ തേജസ് നിറഞ്ഞവനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരും. സകല ജനവും അത് കാണും. സകല ജനവും അത് കാണും. അന്ന് യെരുശലേമിന് കിഴക്കുള്ള ഒലിവുമല 2 പിളർന്നു മാറുമ്പോൾ അടഞ്ഞു കിടന്ന ഗോൾഡൻ ഗേറ്റ്, മോനെ ഒന്നുകൂടെ കാണിക്കുക, ഗോൾഡൻ ഗേറ്റ് മലർക്കെ തുറക്കും. റെഡി ആയിക്കോ, മലർക്കെ തുറക്കും. അന്ന് സങ്കീർത്തനക്കാരൻ പാടിയ ഒരു പാട്ടുണ്ട്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടേയുള്ള കതകുകളെ ഉയർന്നിരിപ്പേ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ. Oh, what a glorious moment. Divine portal.
ലോകരാജ്യങ്ങളുടെ മുമ്പിൽ ഈ വാതിൽ തുറക്കപ്പെടും. വർഷങ്ങളായി അടഞ്ഞു കടന്ന വാതിലൂടെ മഹത്വത്തിന്റെ രാജാവ്, കിങ് ഓഫ് ഗ്ലോറി, കിങ് ഓഫ് ഗ്ലോറി കയറും. അന്ന് ആ സങ്കീർത്തനത്തിലെ പാട്ട് ആളുകൾ നിന്ന് തുള്ളിച്ചാടി പാടും. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവേ, പണ്ടുള്ള കഥകളെ ഉയർന്നിരിപ്പേ.